സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം സോളാർ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്ന എന്തുകൊണ്ട് എന്നുള്ളതാണ്. അനേക സോളാർ ഡീലർമാർ ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഓഫ് ഗ്രിഡ് സോളാറിന് കംപ്ലൈൻറ്റ് കൂടുതലാണെന്നുള്ളതാണ്. ഓഫ് ഗ്രിഡിൽ സാധാരണഗതിയിൽ കംപ്ലൈൻ്റ് ആകുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നതാണ്. പല ആളുകൾക്കും പൊതുവായുള്ളൊരു രീതിയാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നു. എന്തുകൊണ്ടാണ് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നത്? ഇതിൻ്റെ പ്രധാന കാരണം ഈ ബാറ്ററി ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജിങ്, ഡിസ്ചാർജിങ്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജിങ് എന്നിവ കൃത്യമായ രീതിയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് സാധാരണഗതിയിൽ കംപ്ലൈൻറ്റ് വരുന്നത്. സാധാരണ നമുക്ക് സോളാർ ബാറ്ററിയിൽ C10 ബാറ്ററി എന്ന് എഴുതി വെച്ച് കാണും. അതിൻ്റെ അർത്ഥം അത് കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജ് അറ്റ് 10 hours, 10 മണിക്കൂർ കൊണ്ട് അത് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സാധാരണ ആളുകൾ ചെയ്യുന്നത് 4 മണിക്കൂറോ 5 മണിക്കൂറോ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും. അത് ബാറ്ററി കംപ്ലൈൻ്റ് ആകും. ഏതൊരു കാര്യവും അതിൻ്റെ കമ്പനിയുടെ മാനുവലിൽ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകാതിരിക്കും. ഇവിടെ നമ്മൾ C10 എന്നത് കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജ് 10 hours എന്നുള്ളത് ഒരു 150 AH ബാറ്ററി, അതായത് 10 മണിക്കൂർ കൊണ്ട് 15 ആമ്പിയർ വെച്ച് ഉപയോഗിക്കണം. അതായത് 1 മണിക്കൂറിൽ 15 ആമ്പിയർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിൽ ആ ബാറ്ററിയിൽ നിന്ന് എത്ര വാട്ട്സ് എടുക്കാൻ സാധിക്കും? വാട്ട്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. അതായത് 15 × 12 എന്ന് പറയുന്നത് 180 വാട്ട്സ് വരും. സാധാരണഗതിയിൽ ഒരു ബാറ്ററിയിൽ ആളുകൾ കണക്ട് ചെയ്യുന്നത് 400 വാട്ട്സോ 500 വാട്ട്സോ ആയിരിക്കും. അതാണ് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബാറ്ററിയുടെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ആണ്. അതായത് സാധാരണ C10 ബാറ്ററിക്കൊക്കെ 55%, 60% ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. അതായത് ഒരു 150 AH ബാറ്ററിയിൽ നിന്ന് ഒരിക്കൽ, അതായത് മുഴുവനായിട്ടും എടുക്കരുതെന്ന് അതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് ശരാശരി നമുക്ക് 80 AH മാത്രമേ എടുക്കാവുള്ളൂ. ബാക്കി 60 AH ആ ബാറ്ററിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ബാറ്ററി പരമാവധി ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡീപ്പ് ഡിസ്ചാർജ് വരുന്നതുകൊണ്ടും ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആകും. ഇത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കുറഞ്ഞ വാട്ട്സിൽ കൂടുതൽ സമയം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് 1 കിലോവാട്ട് സോളാർ പ്ലാന്റ് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വിചാരിക്കുക. അവിടുന്ന് ശരാശരി ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് 3 യൂണിറ്റ് വൈദ്യുതി ലഭിക്കും. ഇപ്പോൾ ഈ 3 യൂണിറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കും? മിക്ക ആളുകളും ചെയ്യുന്നത് 500 വാട്ട്സ് ലോഡ് കണക്ട് ചെയ്യും, 6 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കും. എന്നാൽ ഇതിന് പകരമായിട്ട് എന്ത് ചെയ്യാം? 150 വാട്ട്സ് വീതം 20 മണിക്കൂർ ഉപയോഗിക്കുമെങ്കിൽ നമുക്ക് ഈ 3 യൂണിറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ 5 വർഷം മുതൽ 8 വർഷം വരെയൊക്കെ ഈ ബാറ്ററിക്ക് ലൈഫ് കിട്ടും. അതായത് നമുക്ക് ഈ 1 കിലോവാട്ടിൽ നിന്ന് 3 യൂണിറ്റ് എന്നുള്ളത് 24 മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ച് തീർത്താൽ മതി. അതായത് സമയം കൂട്ടി വാട്ട്സ് കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ്. ഇനി ഈ കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ബാറ്ററിയുടെ ചാർജിങ്, ഡിസ്ചാർജിങ്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ഇതെല്ലാം ആനുപാതികമായിട്ട് സെറ്റിങ്സ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ഇല്ലാതെ വരും. അതുമാത്രമല്ല, കാലാകാലങ്ങളിൽ വേണ്ട മെയിൻ്റനൻസ്, വെള്ളമൊഴിച്ച് കൊടുക്കുക, അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ബാറ്ററിയോട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന അനേകം ആളുകളുണ്ട്. ചില സോളാർ കസ്റ്റമേഴ്സൊക്കെ 8 വർഷമോ 9 വർഷമൊക്കെ ഒരു ബാറ്ററി തന്നെ ഉപയോഗിച്ച ആളുകളുണ്ട്. അവരെല്ലാം ഈ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററി കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ തക്കവണ്ണം ഇൻവെർട്ടർ കമ്പനി ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് എല്ലാ ദിവസവും ബാറ്ററിയെ ഗ്രാവിറ്റി ലെവൽ ഉയർത്തിയതിന് ശേഷം മാത്രം സോളാറിലേക്ക് ഇൻവെർട്ടർ മാറ്റുക. അതായത് ചില വീടുകളിലൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ 10:30-ക്കോ 11 മണിക്കോ മാത്രമായിരിക്കും ആ ഇൻവെർട്ടർ സോളാറിലേക്ക് മാറുക. അതുവരെ KCB ആയിരിക്കും ഉപയോഗിക്കുക. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സോളാർ വൈദ്യുതി കൊണ്ട് ഗ്രാവിറ്റി ലെവൽ ഉയർത്തിയിട്ട് മാത്രം അത് ഫുൾ ചാർജ് ആയതിനു ശേഷം മാത്രമായിരിക്കും ആ ബാറ്ററി അത് സോളാറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം, ആ ബാറ്ററിക്ക് ലൈഫ് കൂടുതലായിരിക്കും. ഇത് സാധാരണഗതിയിൽ സോളാർ കസ്റ്റമർ കംപ്ലൈൻറ്റ് പറയും, 11 മണിയായിട്ടും സോളാറിൽ നിന്നല്ല വർക്ക് ചെയ്യുന്ന, KCB നിന്നാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പല ആളുകളും പറയുന്നത്. പക്ഷേ നമ്മൾ രാവിലെ ഉപയോഗിക്കുന്നതിന് പകരം അത്രയും വൈദ്യുതി സോളാറിൽ നിന്ന് വൈകുന്നേരം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് മുഖാന്തരം എന്ത് പറ്റും? ഗ്രാവിറ്റി ലെവൽ കൂടും. അങ്ങനെ ആ ബാറ്ററിയുടെ ലൈഫ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ബാറ്ററിയുടെ സെറ്റിങ്സ്, ചാർജിങ്, ഡിസ്ചാർജിങ്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ഇവയെല്ലാം നോക്കി നമ്മളൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ആ ബാറ്ററി സിസ്റ്റം കംപ്ലൈൻ്റ് ഇല്ലാതെ ഇരിക്കും.
ഓൺ ഗ്രിഡ് സിസ്റ്റത്തേക്കാൾ ഏറ്റവും ഒരു മേന്മയേറിയത് തുടർച്ചയായ വൈദ്യുതി ലഭിക്കുക എന്നുള്ളതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ. ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയൊക്കെ ലഭിക്കുന്നത് സോളാർടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. സോളാർടെക് ട്രെയിനിങ് അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുന്നു. അതിൽ സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു 300-ലധികം കംപ്ലൈൻറ്റുകൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് വീഡിയോയിലൂടെ പൊതുജനങ്ങൾക്കും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.